Guys, welcome back to my YouTube channel. This is Shivanda and you're watching Shiva's Comics. ഇതൊക്കെയായിരുന്നു എൻ്റെ പണ്ടത്തെ ചാനലിലെ ഇൻട്രോ. പക്ഷേ ഇതിൽ പേര് പോലും ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഏത് പേരിടും ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ ആ പേരിടണോ ഈ പേരിടണോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ്. എന്തായാലും ആവട്ടെ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ടു മീ. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ ഇപ്പോൾ 12:15 ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പല്ലേക്കണം, കുളിക്കണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി ഞാൻ വെറുതെ വീട്ടിലിരിക്കണം. രാവിലെ തന്നെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. സ്റ്റീൽ വന്നതാണ്. സോ ക്യൂട്ട്. ഇതും പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഡയറി സ്റ്റിക്കേഴ്സ് വിത്ത് ഒരു ഗോൾഡൻ പെൻ. ഈ ഡയറി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ എന്തോ ബുക്സിനോടൊക്കെ ഒരു ബുക്സൊക്കെ ഇങ്ങനെ എനിക്ക് എഴുതാൻ ഇപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഈ കൊല്ലത്തിലാണ് ഞാനിത് ഇടുന്നത്. അപ്പോൾ ഈ ചാനൽ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പേരൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ ഷിവാസ് കോമിക്സിനോട് കുറേ പേര് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അയക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അത്രേ ഉള്ളൂ. അപ്പം ഞാനിത് ലോങ് വീഡിയോ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഉണ്ടാവില്ലേ എന്ന് ഒരു കുട്ടി ചോദിച്ചപ്പോഴാണ് ഞാൻ എടുത്തൂടെ എന്തെങ്കിലും എടുക്കാണ്ടിരിക്കണമെന്ന് വിചാരിച്ചു. കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒരു മെമ്മറബിൾ അല്ലേ സംഭവം. എൻ്റെ കോലൊക്കെ ഭയങ്കര ബാട്ടക്കോലാണെങ്കിലും ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒരു മെമ്മറബിൾ അല്ലേ, അങ്ങനെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് താങ്ക് യു സോ മച്ച് ഗായ്സ് ഫോർ ഓൾ യുവർ വിഷസ്. കുറേ പേര് വന്നിട്ടുണ്ട്, വിഷ് ചെയ്തു. കുറേ പേര് ഇപ്പോൾ വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹാപ്പി. ഓക്കെ, പിന്നെന്താ, ഇനി പോയി പല്ലേച്ച് കുളിച്ച് ഡ്രസ്സ് മാറി വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കാം. അപ്പോഴേക്കും എൻ്റെ അടുത്ത് തുടയ്ക്കാൻ പറയുന്നുണ്ട് ഗൈസ് വീട്ടിൽ. ഇതെന്ത് ക്രൂരതയാണ്. 17 വയസ്സിൽ ഒരു കുട്ടി പണിയെടുക്കുക, അതും ബർത്ത്ഡേയുടെ അന്ന് തന്നെ തുടയ്ക്കുക. എൻ്റെ ഓറേനെ അത് ഭയങ്കര ഓറ മൈനസ് ആക്കാനുള്ള പരിപാടിയിലാണ് അമ്മ. അത് ഞാൻ ഇന്ന് തുടക്കില്ല, എനിക്ക് വലിയ പണി കൊടുക്കാം. അപ്പം ശരി, ബൈ. എനിക്കിതുവരെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല. എന്നാലും യെസ്, നമ്മളല്ലെങ്കിൽ ആര്, ഞാനില്ലാതെ പിന്നെ ആരടാ എക്സൈറ്റ്മെൻറ്റ്. അതത്രേ ഉള്ളൂ. അപ്പോൾ കം ഓൺ ഗായ്സ്, ഇന്ന് എന്തൊക്കെ ഉണ്ടാവുന്ന നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഈ ക്യാമറയ്ക്ക് എനിക്കിപ്പോൾ അറിഞ്ഞൂടാ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇങ്ങനെ അങ്ങോട്ട് നടന്നൊക്കെ പോവും. ഓക്കെ, സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് വീഡിയോ ആണ് 17 വയസ്സിൻ്റെ. ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പം ഞാൻ ബാൽക്കണിയിൽ നിന്നാണ് വീഡിയോ എടുക്കണം. എന്താണ് കുറിയൊക്കെ തൊട്ട് കുളിച്ചു. ഇന്ന് ശരിക്കും 12 മണിക്ക് ഞാൻ കുളിച്ചിട്ടുണ്ട് പുലർച്ചെ. ഗായ്സ് ഒരു കോൾ വരുന്നുണ്ട്. ഗൈസ്, നമ്മൾ ഒക്കെ ഒരു ഫോണിലായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും വിഷ് ചെയ്യുന്നത് കോളൊക്കെ ഇതിലായതുകൊണ്ട് പിന്നെ ഇതിൽ വീഡിയോ എടുക്കണം. ഇല്ലാണെങ്കിൽ ചാർജ് 20 ഉള്ളൂ. അപ്പോൾ കുത്തി വയ്ക്കണം, കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എന്താ, ഞാൻ ചുമ്മാ എങ്ങോട്ട് പോകാനും ഒന്നുമില്ല. ജസ്റ്റ് കണ്ടോ എഡിറ്റ് ചെയ്തിട്ടില്ല, വീട്ടിലിരിക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് നമ്മൾ കണ്ണാടിലൊക്കെ നോക്കുമ്പോൾ സാധനം കിട്ടാനായിട്ട് കുറച്ചൊരു കുട്ടി അടിച്ച ശേഷം ലിപ്സ്റ്റിക്, കണ്ണെഴുതി, പൊട്ടിത്തട്ട, കുറിയിട്ടോ അങ്ങനെ. അപ്പോൾ എന്താ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പിന്നെന്താ, അത്ര തന്നെ. കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ല് തേച്ച കാര്യം ഓർക്കുന്നത്. പല്ല് തേച്ചിട്ടുള്ളത് ഒരു 3 ദിവസം കഴിഞ്ഞ് ക്ലാസ് തുടങ്ങാണ്. എനിക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കാന്നൊന്നും എനിക്കറിയില്ല. കാരണം എനിക്കറിയില്ല, അതന്നെ എനിക്ക് ബോറടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതില്ല, പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഒരു മെമ്മറീസ് അല്ലേ. സോ ഇതാണ് എൻ്റെ വെറുതെ വീട്ടിലിരിക്കുന്ന ഔട്ട്ഫിറ്റ്. അപ്പം ഞാൻ ഫുഡ് കഴിക്കണം. കുറേ ആൾക്കാർ വിഷയമില്ല, അവർക്കൊക്കെ താങ്ക് യു കൊടുക്കണം. ബാറ്ററി ആണെങ്കിൽ 20ൻ്റെ അടിയിൽ പോയി അതൊക്കെ ചെയ്യണം. ഓക്കെ ബൈ. അങ്ങനെ ഫോണൊക്കെ ചാർജ് ചെയ്തു. എന്നിട്ട് ആ സമയം കൊണ്ട് എല്ലാവരുടെ വിഷസിനൊക്കെ നമ്മൾ റിപ്ലൈ ഒക്കെ കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്നു. പിന്നെ 1:30 സമയം ഇതുവരെ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ മാംഗോ ജ്യൂസാണ് ഇന്ന് കുടിക്കുന്നത്. ഓക്കെ, 17 വയസ്സിൽ ആദ്യം ഞാൻ കുടിച്ചത് എന്താ, PSC ചോദ്യം വരെ മാംഗോ ജ്യൂസാണ് ആൻസർ. ഇഷ്ടമുണ്ട് ഗൈസ്, പക്ഷേ ഇവിടെ ഫുഡായിട്ടില്ല. ചോറ്, ചെമ്മീൻ കറി, മാമ്പഴ പുളിശ്ശേരി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ്. ക്യാബേജ് ഉപ്പേരി. കാരണം നമ്മൾ ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നാളെ ബർത്ത്ഡേ, സ്റ്റാർ ബർത്ത്ഡേക്ക് സദ്യയൊക്കെ ആയിരുന്നു. വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ സാധാ അങ്ങനെ ഉണ്ടേ, അങ്ങനെയായിരുന്നു. കുറേ ആൾക്കാർ വിഷ് ചെയ്യുന്നത് ഗൈസ്. സാധാ ഒരു സമാധാനമുള്ളൊരു ബർത്ത്ഡേ ആണ്. ഇതുവരെ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ആ രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോർമൽ ഡേ അത്ര തന്നെ. എന്നാലും നമ്മൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കണം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഒരു നോർമൽ ഡേ പോലെ തന്നെയാണ് ഉണ്ടാകും. ജസ്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ സമയം 2:45 പിന്നെന്താ, ഞാനിങ്ങനെ ഇരിക്കുന്നു. പിന്നെ കുറച്ച് വിഷസ് വരും. ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു അതൊക്കെ തന്നെ. വേറെന്താ, ഇതന്നെ ഇപ്പോൾ ഇനി അടുത്തത് പണിയെടുക്കുക. തുണി തോരടാനുണ്ട്. അപ്പോൾ മേലെ പോയിട്ട് തുണി തോരട്ടിട്ട് വരും. ഇനി നമ്മൾ തുണി തോരടണം. ഒരു ഇങ്ങനെയൊക്കെ പോകുന്നൊരു ബർത്ത്ഡേ എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ബോറടിക്കുമോ എനിക്കറിയില്ല. പക്ഷെ മോസ്റ്റ്ലി ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു. പക്ഷെ ജസ്റ്റ് ഒരു മെമ്മറി അത്ര. അപ്പം ഇനി പോയി തോരട്ടിട്ട് വരാം. തുണി എടുക്കണം, ഇതിടണം.
എനിക്കറിയില്ല, ഞാൻ വെറുതെ എനിക്ക് ഭയങ്കര ദേഷ്യം വരിക, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഗായ്സ്, ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. കുറച്ച് നേരം റീൽസ് കണ്ടിരിക്കട്ടെ. ഓക്കെ, ഷോക്ക് അടിച്ചിരിക്കണ സമയത്ത് ഗായ്സ് ഇവർ വരുന്നത്. ഹിദയും അസ്നയും കൂടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു ഗായ്സ്. ബർത്ത്ഡേ ഗിഫ്റ്റും ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഒരാളുടെ എൻട്രി ഇപ്പം ഉണ്ടാവും. അപ്പോൾ അപ്പോഴൊന്നും എനിക്കറിയില്ല, ഇവരൊന്നും വരുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെന്ന് വന്നിരിക്കുന്നത് ഇന്ന് ശിവയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഗൈസ് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ ഞാൻ ഗൈസ് ഹിത. അപ്പോൾ എന്താണ് ശിവയുടെ സർപ്രൈസ് എന്താണെന്ന് അറിയോ? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ ഹാപ്പി ഹാപ്പി. ഇപ്പോഴാണ് ശരിക്കും ചാർജ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻ്റെ ചാനൽ. ബിക്കോസ് ഞാനാണ് വീഡിയോ എടുക്കുന്നത്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം ഇത് എൻ്റെ ചാനൽ. ഇത് എൻ്റെ ബോയ് ഫ്രണ്ട് മറ്റേ ഫേസ്ബുക്കിലെ ഉമ്മമാരെ പോലെ. ബോയ് ഫ്രണ്ട് എന്നാണ് വിശ്വസിക്കില്ല. ബോയ് ഫ്രണ്ട് ഒന്നാമത് കൊണ്ട് നോട്ടം കൊണ്ട് കൊണ്ട് കുറേ വീഡിയോസ് ഇവരെടുത്ത് തന്നെ, ക്യാമറ ഫുള്ള്, സ്റ്റോറേജ് ഫുള്ള് ഇവരുടെ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാൻ നല്ല ക്ലിപ്പ് നോക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു, കുറേ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാനും അങ്ങനെ പോസ്റ്റ് ഇടാനും ഒക്കെ ആയിട്ട്. പോസ്റ്റ് ഇട്ടിട്ടില്ല കുറേ. എന്നിട്ട് അസ്നയുടെ ഫിറ്റ് ചെക്കിൻ്റെ അടിയാണ് ഗൈസ് കാണും. അങ്ങനെ ഗൈസ് അവരൊക്കെ പോയിട്ടാ. ഒരു രാത്രി സമയക്കുമ്പോൾ ഞാനും ചീലും കൂടെ ജസ്റ്റ് പർപ്പിളിലേക്ക് ഒന്ന് ഇറങ്ങി. അങ്ങനെ അവിടേക്ക് പോയി. നാളെ ചീലുവിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും മേടിക്കണം. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് അവിടേക്ക്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമുക്ക് ഇനി എല്ലാ വീഡിയോസൊക്കെ ഇനി സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കുറേ വീഡിയോസിൻ്റെ ക്ലിപ്സ് ഒന്നും ഇട്ടിട്ടില്ല, എടുക്കാൻ പറ്റിയിട്ടില്ലാത്തതിൻ്റെ ക്ലിപ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കാം. 17 വയസ്സിലൊരു വീഡിയോ ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് എന്നുള്ള രീതിക്ക് എടുത്തേക്കണം. അപ്പോൾ താങ്ക് യു ഗൈസ്.